ഹലോ ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മട്ടൻ്റെ റെസിപ്പിയാണ്. ഇത് സാധാരണ നമ്മൾ ഒത്തിരി മസാലകളൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകളാണ് ഇത് മെയിനായിട്ട് കഴിക്കാറ്. ഇത് ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് മമ്മി ഉണ്ടാക്കി തന്നതാണ്. ഇത് മെയിനായിട്ട് കുന്നംകുളം സൈഡിലാണ് ഇത് ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലെണ്ണ മാത്രമേ എടുക്കാവുള്ളൂ. റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഒന്നും എടുക്കാൻ പാടില്ല. ഈ നല്ലെണ്ണയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ കുറയ്ക്കും. അത് നമുക്ക് 6 ടേബിൾ സ്പൂൺ ഉണ്ട്, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 കപ്പ് ചെറിയുള്ളിയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ മട്ടൺ എത്ര എടുക്കുന്നത് ആ സെയിം പ്രപ്പോർഷനിൽ തന്നെ നിങ്ങൾ ചെറിയുള്ളി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കൊച്ചുള്ളി എന്ന് പറയുന്നത് ഡെലിവറിക്കൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടാവും. നമ്മുടെ ബ്ലഡ് കൗണ്ടൊക്കെ നോർമൽ ലെവലിൽ എത്തിക്കാനായിട്ട് നമ്മുടെ ഈ കൊച്ചുള്ളി സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ മട്ടൺ എത്ര എടുക്കുന്നോ ആ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ചെറിയുള്ളി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വെളുത്തുള്ളി ഈ നല്ല ജീരകവും നമ്മുടെ വയറ്റിലെ ഗ്യാസ് ഫോർമേഷന് തടയാൻ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത് എരിവിന് വേണ്ടിയിട്ടാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളകിൽ ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമൽ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഈ മട്ടൺ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഞാൻ നന്നായിട്ട് കുക്കറിൽ 7 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പം നമ്മുടെ മട്ടനും ഉള്ളിയെല്ലാം കൂടെ ചേർന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയോടെ ചേർക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പം നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്കിനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.